ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയത്തക്ക ന്യൂസ് ഒന്നും അമേരിക്കൻ മാർക്കറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ ജോർജ് വാഷിങ്ടൺ ഡേ ആയതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റൊക്കെ ഹോളിഡേ ആണ്. ഇന്ന് വന്ന ജപ്പാന്റെ GDP ഡേറ്റ പോസിറ്റീവായ ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത് ഉച്ചയ്ക്ക് വന്ന നമ്മുടെ തന്നെ രണ്ട് രൂപ വന്ന എക്സ്പോർട്സ് കുറഞ്ഞു, ഇമ്പോർട്ട് കുറച്ച് കുറവുണ്ട്, ട്രേഡ് ബാലൻസ് കുറച്ചും കൂടെ ഒന്ന് വൈഡർ ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ബാലൻസ് -22.99 ബില്യൺ ആയി USD-യിലാണ്. അതിപ്പം പഴയത് -21.94 ബില്യൺ ആണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ആൾറെഡി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉള്ള കൺട്രി ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് വൈഡൻ ആയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പിന്നെ ജപ്പാന്റെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ മൈനസിലേക്ക് വന്നു. അതായത് -2.2 നിന്നും പ്ലസ് പ്രതീക്ഷ സ്ഥാനത്ത് -0.2ലേക്കാണ് ജപ്പാൻ ഡേറ്റ വന്നേക്കുക. അപ്പോൾ രണ്ട് പോസിറ്റീവ് ന്യൂസ് ജപ്പാൻ വന്നതിന് ഒരു നെഗറ്റീവ് ന്യൂസും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. വേറെ അമേരിക്കൻ മാർക്കറ്റ് വലിയ ന്യൂസ് ഉണ്ട്. രാത്രി FOMCയുടെ ഹാർക്കറും ബൗമാനും അത് 8:30 മണിക്ക് സംസാരിക്കാൻ പോകുന്നതിൻ്റെ ഒരു മീറ്റിംഗ് അത് മാത്രമേ, അതനുസരിച്ച് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ വരുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് ഹോൾഡേ ആണ്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. സോ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഡൗ ജോൺസ് ഒരു 93 പോയിന്റ്സ് ഒക്കെ അപ്പാണ് കാണിക്കുന്നത്. നാസ്ഡാക്കും ഏകദേശം പറഞ്ഞ ആ ഒരു റേഞ്ച് ഒക്കെ തന്നെ കാണിക്കുന്നു. വലിയൊരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിലില്ല. നിഫ്റ്റി നമ്മൾ പറഞ്ഞ സമയത്ത് 23,017 ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്ന് ലാസ്റ്റ് മിനിറ്റ് ആയ സമയത്ത് ഒരു 2:30 മണിക്ക് ശേഷം നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു റിവേഴ്സൽ റാലി വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ നല്ല രീതിയിലൊരു മൊമെന്റം കൃത്യമായിട്ട് മാർക്കറ്റിൽ വന്നു. നിഫ്റ്റിയൊക്കെ ലാസ്റ്റ് മിനിറ്റ് തിരിച്ച് കയറുകയും ചെയ്തു. അതേപോലെ നമ്മൾ ആ ബാങ്ക് നിഫ്റ്റിയും ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് നല്ലൊരു കയറ്റമൊക്കെ താഴേക്ക് വന്ന് ഒരു തിരിച്ച് റിവേഴ്സൽ ഡേറ്റ ഒക്കെ തന്നായിരുന്നു. ഒരു കയറ്റം ചുരുക്കി പറഞ്ഞാൽ മോർണിംഗിൽ വന്ന സെല്ലേഴ്സ് ഒക്കെ ഔട്ടായി പോയി. നിഷ്പ്രഭമായ ഒരു മാർക്കറ്റായിരുന്നു സംഭവിച്ചത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ബെയറിഷ് റെഫറൻസ് പ്രകാരമുള്ള ട്രിഗറായി, പക്ഷെ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സെയിം അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റിക്കും, ഒന്ന് ട്രിഗറായി അപ്പം തന്നെ റിവേഴ്സ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ പീരീഡ് ട്രേഡ് സെറ്റപ്പിൽ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ഈ പീരീഡ് ട്രേഡ് കിട്ടിയായിരുന്നു. ആ സെറ്റപ്പ് പ്രകാരമുള്ള ഈ സൈഡ് എക്സ്റ്റൻഷൻ ട്രേഡ് സെറ്റപ്പിൻ്റെ ആ ഒരു ഫെയിലിയറും സക്സസുമുള്ള ട്രേഡ് സെറ്റപ്പിൻ്റെ ആ സെറ്റപ്പ് പ്രകാരമുള്ള ട്രേഡ് കിട്ടിയായിരുന്നു. അത് പ്രകാരം 50 തൊട്ട് 80 പോയിന്റ് ഒക്കെ അടുപ്പിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. ലോസ് ഒന്നുമില്ല, ഇറ്റ്സ് എ ഗുഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ദിവസം കൂടെയായിരുന്നു ഇന്ന് കടന്നു പോയത്. നിഫ്റ്റിയെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു രണ്ടും സംഭവിച്ചത്. കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. നിഫ്റ്റിക്കും സംഭവിച്ചത് ബാങ്ക് നിഫ്റ്റിയും. അതായത് ഫസ്റ്റ് ടാർഗറ്റ് അപ്പർ സൈഡിലേക്ക് പുറക്കോട്ട് തന്ന് ഫസ്റ്റ് ടാർഗറ്റ് വരെ പോയ ദിവസമായിരുന്നു നമ്മൾ നിഫ്റ്റിയിൽ സംഭവിച്ചത്. സോ POCക്ക് മെർജ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 22,851 ഭാഗത്താണ് സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,961 22,965 ഭാഗത്താണ് സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ POC നിൽക്കുന്നത് 22,851 ഭാഗത്ത്. സെയിം അതേ ക്രൈറ്റീരിയയിലാണ്. ബാങ്ക് നിഫ്റ്റിക്ക് 48,925 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഹൈയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 49,296 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POCയുടെ 312 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തൊക്കെ തന്നെ അവൻ നിന്ന് ക്ലോസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്പർ സൈഡ് ഒരു മൊമെന്റ് തന്ന കുറേ നാൾക്ക് ശേഷം ഒരു അപ്പർ സൈഡ് മൊമെന്റ് തന്ന ഒരു ദിവസം കൂടെ ആയിരുന്നു മാർക്കറ്റ് ഇന്ന് കടന്നു പോയത്. സോ ഇത് വച്ച് വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കാണുന്നുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റി ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നിഫ്റ്റി നമ്മുടെ POC നിഫ്റ്റിയിൽ നിൽക്കുന്നത് 22,851 ഭാഗത്താണ് നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ POC നിൽക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ആദ്യം മാർക്ക് ചെയ്യും. ഇത്രയാണ് 22,851 ഭാഗത്താണ് POC. സോ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതാണ് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് മൂവ്മെന്റം എങ്ങനെ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് തിരിച്ച് അടിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് നമ്മൾ സ്പോട്ടിൽ 23,006 എന്ന് പറഞ്ഞ ഈ POCക്ക് മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുള്ളൂ. സോ
23,006 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 23,006 അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. സോ അതിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നു 22,775 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിന് താഴെ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഇനി സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. 22,775 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസും. അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഒരു കാര്യം ഓർത്തോളൂ, ആ ഭാഗത്തൊരു ക്യാൻഡിലിൻ്റെ അറ്റ്ലീസ്റ്റ് 10-20 മിനിറ്റ്, പിന്നെ ഇത് അറ്റ്ലീസ്റ്റ് അരമണിക്കൂറിൻ്റെ ക്യാൻഡിലെങ്കിലും ക്ലോസിങ് വന്നിട്ട് മാത്രമേ നിങ്ങളൊരു ട്രേഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ അത് സസ്റ്റെയിൻ ചെയ്യണം. ആ ഭാഗത്ത് ഡെൽറ്റയും കുറേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുള്ളത് കൊണ്ട്, കാരണം അത് കുറേ ദിവസമായി ആ ഭാഗത്ത് നിങ്ങൾക്ക് അറിയില്ല, ഈ ഭാഗത്ത് 1, 2, 3 ഇവിടെ സപ്പോർട്ട് ഈ ഭാഗത്ത് വന്നു. അപ്പോൾ ഏകദേശം 3-4 പ്രാവശ്യം ഈ ഭാഗം സപ്പോർട്ട് തന്ന ഭാഗം കൂടെയാണ്. അപ്പം സോ ചുരുക്കി പറഞ്ഞാൽ 23,006 ബുള്ളിഷ് റെഫറൻസ്, 22,775 ബെയറിഷ് റെഫറൻസ്. ഇനി 23,006 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന നിലയിൽ അടുത്ത പോകുന്നത് ഈ പറഞ്ഞ 23,118 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് സ്പോട്ടിൻ്റെ ടാർഗറ്റ് 23,006 എന്ന് പറയുമ്പോൾ 23,118 ഭാഗത്തേക്ക് പോയി. ഇതാണ് R1. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് കൃത്യമായി ഓർത്തോളുക. R2 എന്ന് പറയുമ്പോൾ 23,187 എന്ന് പറഞ്ഞാൽ ഈ POC എത്രയാണ്? 23,187, 23,187 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതിനപ്പുറത്തെ ഒരു മൊമെൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേണമെങ്കിൽ മാർക്കറ്റ് തരുന്നെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ല എങ്കിൽ ഈ ഒരു ലെവലിലെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് താഴേക്ക് പോകുമ്പോൾ ഇപ്പോഴും വൈഡ് റേഞ്ച് ഓപ്പൺ ആണ്. 22,775 താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ 22,722 ഭാഗം സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി 22,684 ഭാഗത്തേക്ക് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, S1 ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം സപ്പോർട്ട് ഇപ്പോഴും ആക്റ്റീവ് ആവും. 22,684 ഭാഗത്ത് ഒരു S1 ഇപ്പോഴും കിടപ്പുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റായ ഈ ഒരു സിംഗിൾ പ്രിന്റ് 22,642 22,642 22,642 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് S2. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് S1 S2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യാം, അതിന് മുകളിൽ കട്ട് ചെയ്ത് മാർക്കറ്റിന് പോകാം. കാരണം മാർക്കറ്റ് ഈസ് സുപ്രീം. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ഈ ലെവൽ മാർക്ക് ചെയ്യുക. സ്പോട്ടിൻ്റെ ലെവലാണ്. ഇതിനെ ഫ്യൂച്ചറുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഡേ ടൈപ്പ് നോർമൽ വേരിയേഷൻ അപ്പാണ്. ബാങ്ക് നിഫ്റ്റിക്കും സെയിം ആണ്. നോർമൽ വേരിയേഷൻ അപ്പാണ് ബാങ്ക് നിഫ്റ്റിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 48,925 48,925 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തിരിക്കാം. POC വന്നിരിക്കുന്നത് 48,965 ഭാഗത്താണ്. 48,925 ആണ്, സോറി മാറിപ്പോയി. 48,925 ഭാഗത്താണ് POC ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഈ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 49,313 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ റേഞ്ചിൻ്റെ POC 49,313 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ ബാങ്ക് നിഫ്റ്റി. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ബുള്ളിഷ് റെഫറൻസ് 49,313 മുകളിൽ ഇപ്പോഴും ആക്റ്റീവാണ്. അത് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. 49,313 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 49,473 ഫസ്റ്റ് ടാർഗറ്റ് 49,479. സോ R1 എന്ന് പറയുമ്പോൾ 49,479 ഭാഗത്തേക്ക് പോവാം. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള R1. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം? R2 എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ കൃത്യമായി പറഞ്ഞാൽ 49,699 49,699 അത് ഓർത്തുള്ള 49,699 ഭാഗത്തേക്ക് R2. ഇത് ഞാൻ R2വിന് മുകളിൽ ഞാൻ വരയ്ക്കുന്നില്ല, കാരണം മാർക്കറ്റ് റേഞ്ച് ആയതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു മുന്നേ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അതുവരെ വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഇപ്പോഴും പറയണേ 48,679 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ് ചിന്തിക്കുന്നുള്ളൂ. 48 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 48,679 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിങ് നമുക്ക് വേണമെങ്കിൽ ഡൗൺ വേർഡ് മൂവ് തരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 48,522 48,436 48,436 എന്നെ സംബന്ധിച്ചുള്ള S1 എന്ന് പറഞ്ഞൊരു പാർട്ടും, അതിന് താഴെ S2 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ അടുത്ത വരുന്ന 48,070 എന്ന് പറഞ്ഞ ഈ PO 48,000
282 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 48 S2 എന്ന് പറയുമ്പോൾ 48,282 ആ ഒരു ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു ബുള്ളിഷിനും ബെയറിഷിനും എടുക്കുന്ന കളിക്കാം, ഇല്ല എങ്കിൽ ഒരു ബ്രേക്കൗട്ട് മുകളിലേക്ക് തന്ന് ഒരു മൊമെന്റം തരാനുള്ള സമയം അതിക്രമിച്ച് കടന്നിരിക്കുന്നുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് റൺ ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് മൊമെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒന്നുകിൽ താഴേക്ക് അടിക്കാം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറി ഈ ഒരു റെഫറൻസ് പോയിന്റുകളൊക്കെ തട്ടി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ചിലർ ചോദിക്കുന്നു ട്രിവാൻഡ്രം ട്രേഡിംഗ് ഫ്ലോറിൽ വല്ലതും ചില സീറ്റ് വല്ലതും അവൈലബിൾ ആണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോഴും ഒരു 5-ന് താഴെയുള്ള സീറ്റ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരിക, നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. ആ ഒരു ഇമോഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക. ഞാൻ നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്കൊരു സെറ്റപ്പ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഇവിടെ നിന്ന് പോകാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.